ശിവാനന്ദം എന്ന് പറയുമ്പോൾ വന്ദേ എന്ന കാലത്ത് ബഹുമാനവും സ്നേഹവും കൃതജ്ഞതയുമെല്ലാം നിറഞ്ഞിട്ടുണ്ട്. ശിവാനന്ദം എന്നത് ശിവൻ എന്നതിനകത്ത് മംഗളം, ക്ഷേമം, നന്മ, ശാന്തി, സൗന്ദര്യമെല്ലാം ഇങ്ങനെ അതിനെപ്പോഴും നമുക്ക് അർത്ഥം കൽപ്പിക്കുന്നത്. ആനന്ദത്തിൻ്റെ ഒരു ബലവുമായ ആനന്ദം തന്നെയാണ്, നിലനിർത്തിയാണ് ഉള്ളിലുള്ള ഉത്സാഹം. അങ്ങനെല്ലാം പറയുമ്പോൾ മംഗളത്തിൽ നിന്ന് ഉയരുന്ന ഒരാനന്ദം എന്ന് നമുക്കതിനെ പറയാം. ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു നിർവൃത്തി എന്ന് പറയാം. അങ്ങനെ വലിയ അർത്ഥതലങ്ങളിലേക്ക് ഈ വന്ദേ ശിവാനന്ദം എന്ന വാക്ക് തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതിൽ വ്യക്തിയെ അഭിസംബോധന ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നന്മ പകരുന്ന ആനന്ദത്തെയും സംഗീതം പകരുന്ന ശാന്തിയെയും വണങ്ങുന്നു എന്ന് വരുന്നതാണ്. ശിവാനന്ദ സാറിനെ ഈ പരിപാടിക്ക് വന്ദേ ശിവാനന്ദം എന്നൊരു പേര് അത്രമേൽ മനോഹാരിതയോടുകൂടി ആയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് വളരെയധികം സന്തോഷമാണ്. അത്രമേൽ മനോഹരമായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിനായി എന്നെ നിശ്ചയിച്ചിട്ടുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കും. ഏറ്റവും പ്രമുഖനായ ഒരു സംഗീതജ്ഞനാണ്. ഇവിടെ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശിവാനന്ദ സാർ പറഞ്ഞതുപോലെ AIRന്റെ അദ്ദേഹത്തിൻ്റെ കാലം, അദ്ദേഹത്തിൻ്റെ ഈ വയലിനിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാവീണ്യം അദ്ദേഹം തെളിയിച്ചതൊക്കെ നമ്മുടെ എല്ലാം മുൻപിലുള്ള നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്വരങ്ങൾ ഈ വയലിൻ്റെയൊക്കെ കമ്പികളിലൂടെ ഒഴുകിയെത്തുന്ന സ്വരങ്ങൾ കേൾക്കുന്നവരുടെ മനസ്സിൽ സമാധാനവും ആനന്ദവും എല്ലാം ജനിപ്പിക്കുമ്പോഴാണ് ആ സംഗീത അനുഭവം തന്നെ ഒരു ശിവാനന്ദമായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിക്ക് അല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് പേരിട്ടതിനെ കുറിച്ച് തന്നെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പേരിട്ടതിൽ തന്നെ ഈ കാര്യമെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങേയറ്റം അർത്ഥപൂർണമായ ഒരു പേരിലാണ് ശിവാനന്ദ സാർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ആ അനുഭവം ജീവിതം മുഴുവൻ പകർന്നു നൽകിയ ഒരു കലാകാരനോട് സമൂഹത്തിൽ ഏറ്റവും കൂട്ടായ ഒരു പ്രണാമമാണ്, സമൂഹത്തിൻ്റെ ഒരു വന്ദനമാണ് വന്ദേ ശിവാനന്ദം എന്ന് പറയുന്ന ഈ പരിപാടി. സംഗീതത്തിന് ഈ സ്വരങ്ങളുടെ നിശബ്ദതയിൽ പോലും സംഗീതത്തെ കേൾപ്പിച്ചൊരു പ്രതീകമാണ്. ഇപ്പം ഈ വയലിനെ കുറിച്ച് പറയാം. വയലിൻ്റെ നാല് കമ്പികൾ, നാല് സ്വരങ്ങളാണെന്ന് പറയുന്നത്. 4 വ്യത്യസ്തമായിട്ടാണെന്ന് പറയാറുള്ളത്. അതിലേക്ക് കടന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ മുമ്പിലിരിക്കുന്നവർ ഇക്കാര്യത്തെ പ്രാവീണ്യമുള്ളവരാകുമ്പോൾ എൻ്റെ ഒരു ഭയമുണ്ട് എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. ആ 4 വ്യത്യസ്തങ്ങളായ രീതിയിലുള്ളതാകുമ്പോൾ പോലും അതിനെ ചേർത്ത് വെക്കുമ്പോൾ അത് മനോഹരമായ ഒരു സ്വരത്തിന് രംഗത്തേക്ക് നമ്മുടെ സംഗീതമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. വയലിന് വേറെയും പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ബാക്കി പലതിനെക്കാളും വേറെ നമ്മളത് ഓടിക്കുമ്പോൾ ഈ പറയുന്ന ഒരു സംഗീതത്തിൻ്റെ രംഗത്തെ സംഗീതത്തിൻ്റെ അവതരിപ്പിക്കാൻ കഴിയുമ്പോൾ ഇവിടെ ഒരു കർഷണം ആവശ്യമാവുന്നു. അവിടെയാണ് ആ സംഗീതം. വേറെ എങ്കിലും അങ്ങനെ വരുന്നില്ല എന്ന് തോന്നുന്നു. വേറെ എങ്കിലും ഇല്ലാത്തതുപോലെ ഒരു കർഷണം കൂടി വയലിൻ്റെ വലിയ പ്രത്യേകതയാണ്. നമ്മുടെ ഈ സംഗീത ഉപകരണങ്ങളിൽ വയലിൻ നമ്മുടെ യൂറോപ്പിലുണ്ടായ സാധനമാണ്. നമ്മുടെ യൂറോപ്പുകാരുടെ ഒരു സംഭാവനയാണ് നമുക്ക് ഈ വയലിൻ എന്നെല്ലാം പറയുന്നത്.